ശ്രീ ടി ജെ വിനോദ്. സർ, ഞാൻ ഈ ഡിമാൻഡിനെ എതിർക്കുകയാണ് സാർ. ഈ മുനമ്പം ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ച സംസ്ഥാന സർക്കാർ നടപടി നിയമപരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുനമ്പം കമ്മീഷൻ നിയമിച്ച നടപടി കഴിഞ്ഞ ദിവസം റദ്ദ് ചെയ്യുകയുണ്ടായി. എറണാകുളം ജില്ലയിൽ മുനമ്പത്ത് ഏകദേശം 600ഓളം കുടുംബങ്ങൾ ജനിച്ചു വീണ മണ്ണിൽ തങ്ങളുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ച് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 156 ദിവസമായി സമരത്തിലാണ് സാർ. അവരുടെ ഭൂമിക്ക് കൈവശാവകാശമുണ്ട്, ആധാരമുണ്ട്, റവന്യൂ രേഖകൾ പോക്കുവരവ് ചെയ്ത് കൈവശം വെച്ച് വർഷങ്ങളായി അവർ അനുഭവിക്കുകയാണ്. ഇപ്പോൾ അത് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സർക്കാർ അടിയന്തരമായി ഈ അവകാശം പുനഃസ്ഥാപിച്ച് കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ വിഷയത്തിൽ സർക്കാർ ബോധപൂർവം മതന്യൂനപക്ഷങ്ങളെ തമ്മിൽ അകറ്റി BJPക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്നതിനുള്ള നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. മുൻപം വിഷയത്തിൽ ഇടതുപക്ഷ സർക്കാർ തെറ്റുകൾ ആവർത്തിക്കുകയാണ്. 20/6/2009 നിസാർ കമ്മീഷൻ നൽകിയ ശുപാർശ അംഗീകരിച്ചതിലൂടെ സർക്കാർ ചെയ്ത തെറ്റ് തിരുത്തേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 1995 വഖഫ് നിയമത്തിലെ 97-ാം വകുപ്പ് പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ച് മുനമ്പത്തെ ഭൂമി വാങ്ങിയവരെ കുടിയൊഴിപ്പിക്കാൻ വഖഫ് ബോർഡിന് സർക്കാർ നിർദ്ദേശം നൽകണമെന്ന് നിസാർ കമ്മിറ്റി ശുപാർശ ചെയ്തു. അത് അപ്പാടി അംഗീകരിച്ച് വഖഫ് ബോർഡിന് ശുപാർശ നൽകുകയുണ്ടായി. തുടർന്ന് 11/5/2010 സർക്കാർ ഉത്തരവിലൂടെ VS സർക്കാർ ചെയ്തത് ഈ ഭൂമിയുടെ സ്വഭാവം എന്താണ് എന്ന് പോലും പരിശോധിക്കാൻ തയ്യാറാകാതെ നിസാർ കമ്മീഷൻ അത്തരമൊരു നിർദ്ദേശം നൽകിയത് അന്നത്തെ സർക്കാർ പരിഗണിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് കോടതിയിൽ പോവുകയും വഖഫ് ബോർഡിനെ കൊണ്ട് ഉത്തരവിറക്കുകയും വഖഫ് ട്രൈബ്യൂണൽ അപ്പീൽ പരിഗണിക്കുകയും ചെയ്ത സാഹചര്യത്തിലെത്തുകയും ചെയ്തു. 1950 ആധാരത്തിലെ അപാകതകളോ 1990 ക്രയവിക്രയം ചെയ്യുമ്പോൾ വഖഫ് ആസ്തി രജിസ്റ്ററിൽ ഭൂമി ഉൾപ്പെട്ടിരുന്നോ എന്നതോ പരിഗണന വിധേയമായില്ല എന്നതും നിലനിൽക്കുന്നതാണ്. മുനമ്പത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന തീരുമാനം ബഹുമാനപ്പെട്ട ശ്രീ TK അംസാരിയുടെ നേതൃത്വത്തിലുള്ള വഖഫ് ബോർഡ് സ്വീകരിച്ചത്. മേൽ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാർ വഖഫ് നിയമത്തിലെ 97-ാം വകുപ്പ് പ്രകാരം ഇടപെടേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെട്ട് മുനമ്പത്തെ നിവാസികൾ സർക്കാരിനെ സമീപിക്കുകയും അവരെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന് സർക്കാർ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ഭൂരിപക്ഷം മുസ്ലിം സംഘടനകളും ഫറൂഖ് കോളേജും പ്രതിപക്ഷം ഉൾപ്പെടെ രാഷ്ട്രീയ കക്ഷികളും നിലപാടെടുത്തെങ്കിലും വഖഫ് നിയമത്തിലെ 97-ാം വകുപ്പ് പ്രകാരമുള്ള നിർദ്ദേശം വഖഫ് ബോർഡിന് നൽകുന്നതിന് പകരം 1952 കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരമുള്ള ഒരു കമ്മീഷനെ നിയോഗിക്കുകയാണ് സർക്കാർ ചെയ്തത്. വലിയ സമരങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും മതസൗഹാർദ്ദവും തകർക്കുന്ന തരത്തിലുള്ള സാഹചര്യമുള്ള ഒരു പ്രശ്നമാണ് മുനമ്പം വിഷയം എന്നിരിക്കെ പൊതു താല്പര്യം ചൂണ്ടിക്കാണിക്കാതെ കമ്മീഷനെ നിയോഗിച്ചത് ശരിയല്ല എന്ന് കാണിച്ച് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി വന്നിട്ടുള്ളത്. സർക്കാരിന് പൂർണ്ണ മേൽനോട്ട അധികാരമുള്ളതും വഖഫ് നിയമത്തിലെ 99-ാം വകുപ്പ് പ്രകാരം സർക്കാരിനെ പിരിച്ചുവിടാൻ വരെ അധികാരമുള്ള വഖഫ് ബോർഡ് പോലും കമ്മീഷനെ നിയോഗിച്ച ഉത്തരവിനെതിരെ കോടതി നിലപാടെടുത്ത് എന്നതും വിചിത്രമാണ് സാർ. ഇനിയെങ്കിലും സർക്കാർ നിയമപരമായി മുനമ്പത്തെ നിവാസികളുടെ വസ്തുസംബന്ധമായ അവകാശം നിലനിർത്തി കൊടുക്കുന്ന തരത്തിലുള്ള പ്രതിവിധിക്കാണ് ശ്രമിക്കേണ്ടത്. ഈ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് വർഗീയത മുതലെടുക്കാൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തി ജനങ്ങളെ മനുഷ്യാവകാശ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് നമുക്ക് ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. സാർ, ഇവിടെ ഡിമാൻഡിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പ്രധാനമായി എനിക്ക് പറയാനുള്ളത്. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ സ്പോർട്സ് രംഗത്തെ നിയന്ത്രിച്ചിരുന്നത് പ്രത്യേകിച്ച് അത്ലറ്റിക്സും ഫുട്ബോളും കേരളമായിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് 2025 നാഷണൽ ഗെയിംസിൽ കേരളത്തിൻ്റെ സ്ഥാനം 14 നാഷണൽ ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ടോപ്പ് 10 റാങ്കിൽ നിന്ന് പുറത്തു പോകുന്നത് ഇതിന്റെ കാരണം എന്തെന്ന് കായിക വകുപ്പ് പരിശോധിച്ചിട്ടുണ്ടോ? ഇതിന് പരിഹാരമുണ്ടാക്കാൻ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ദേശീയ തലത്തിൽ വിവിധ റെക്കോർഡുകൾ കേരളത്തിലെ താരങ്ങളുടെ പേരിലാണ് എന്ന് നാം ഇന്നും ഓർക്കേണ്ടതാണ്. 400 മീറ്റർ ഹഡിൽസിൽ ശ്രീ PT ഉഷ, ലോങ് ജമ്പിൽ അഞ്ജു ബോബി ജോർജ്, ട്രിപ്പിൾ ജമ്പിൽ
മയൂഖ ജോണി, 800 മീറ്ററിൽ ടിൻഡു ലൂക്കോസ് എന്നിവർ കുറിച്ച റെക്കോർഡുകൾ ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. പരമ്പരാഗതമായി കേരളം മെഡൽ നേടിയിരുന്ന പല ഇനങ്ങളും ഇന്ന് നന്നായി പെർഫോം ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയായി മാറിയിരിക്കുന്നു. 2015 ദേശീയ ഗെയിംസിൽ 2ാം സ്ഥാനം നേടിയ കേരളം 10 വർഷത്തിനപ്പുറം 2025 ദേശീയ ഗെയിംസിൽ ദയനീയമായി 14ാം സ്ഥാനത്താണ് എത്തി നിൽക്കുന്നത്. 2025 കേരളം നേടുന്ന 54 മെഡലുകളിൽ 9 നീന്തലിലാണ്. ആ 9 മെഡലിൽ 7 മെഡലുകളും നേടിയത് 2 താരങ്ങളാണ് സാർ. ഈ 2 താരങ്ങളും സംസ്ഥാനത്ത് പുറത്താണ് പരിശീലനം നേടിയത്. ദേശീയ ഗെയിംസിനായി തയ്യാറെടുത്ത് എന്നുള്ള വസ്തുത നാം കാണാതെ പോകരുത്. ഇതിൽ നിന്ന് തന്നെ പരിശീലന സൗകര്യങ്ങളുടെ അപര്യാപ്തത കേരളത്തിലെ പിന്നോട്ടുള്ള പോക്കിന് ഒരു പ്രധാന കാരണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാഷണൽ ഗെയിംസിൽ നാം റിനോവേഷൻ ചെയ്ത പല സ്റ്റേഡിയങ്ങളും ഇന്ന് നോക്കുകുത്തികളായി നിൽക്കുകയാണ് സാർ. ഇവ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പരിശീലനം കിട്ടുന്നതിനുള്ള കേന്ദ്രങ്ങളായി, സ്പോർട്സ് സെൻ്ററുകളായി നമുക്ക് മാറ്റാൻ കഴിയണം. നമുക്കറിയാം, കഴിഞ്ഞ 2015 നാഷണൽ ഗെയിംസിൽ 35 കോടി രൂപയുടെ എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ചു എന്നത് വളരെ വലിയ കാര്യമായി നമ്മൾ കണക്കാക്കി. പക്ഷേ ആ എക്യുപ്മെൻറ്റ്സുകളൊന്നും നമ്മുടെ സ്പോർട്സ് താരങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യവും നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതാണ് സാർ. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും മെഡലുകൾ തേടുന്ന താരങ്ങൾക്ക് കാശ് അവാർഡ് നൽകുകയും അത് കുടിശ്ശിക വരുത്താതെ നൽകുകയും കൂടാതെ ഇവർക്ക് മാന്യമായ ജോലി എത്രയും പെട്ടെന്ന് നൽകുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ് സാർ. സ്പോർട്സ് ഹോസ്റ്റലുകളിൽ കുട്ടികൾക്ക് നൽകി വരുന്ന ഫുഡ് അലവൻസ് കുടിശ്ശിക വരാതെ യഥാസമയം നൽകാൻ നടപടി സ്വീകരിക്കണം. കേരളത്തിലെ സ്പോർട്സ് ഗവേണിംഗ് ബോഡി നിയന്ത്രിക്കുന്ന ഏജൻസികളായ സ്പോർട്സ് അസോസിയേഷനുകൾ, സ്പോർട്സ് കൗൺസിൽ, ഒളിമ്പിക് അസോസിയേഷൻ, സ്പോർട്സ് മിനിസ്ട്രി എന്നിവ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ഒഴിവാക്കി ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ കേരളത്തിൻ്റെ സ്പോർട്സ് മേഖലയിൽ വലിയ സംഭാവന നൽകുന്ന സ്ഥാപനങ്ങളായി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. വിദ്യാഭ്യാസം ക്ലാസ് മുറിയിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ എന്ന് സ്കൂളുകൾക്ക് ആവശ്യമായ സ്പോർട്സ് ഫെസിലിറ്റീസ് ഗൈഡ് ലൈൻ തയ്യാറാക്കി നൽകണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചത് കൂടി കണക്കിലെടുത്ത് എത്രയും വേഗം അതിനുള്ള നടപടി സ്വീകരിക്കണം. 74% സ്കൂളുകളിലും PT ടീച്ചർമാരില്ല. ആഴ്ചയിൽ ഒരു ദിവസം PT പീരീഡ് വയ്ക്കുന്നു. മിക്കപ്പോഴും ആ പീരീഡ് മറ്റ് ടീച്ചർമാർ തങ്ങളുടെ വിഷയം പഠിപ്പിച്ച് തീർക്കാൻ ഉപയോഗിക്കുന്നു. ഈ രീതിയിൽ മാറി സ്കൂളുകളിൽ വെറുതെ ഒരു ഫോട്ടോ ഷൂട്ടായി ഇതിനു വേണ്ടി മാത്രം സ്പോർട്സ് ആചരിക്കാതെ കുട്ടികൾക്ക് സ്പോർട്സ് എഡ്യൂക്കേഷൻ കിട്ടുന്ന രീതിയിൽ കുട്ടികളെ നമുക്ക് സജ്ജമാക്കാൻ കഴിയണം. കുട്ടികൾക്ക് തന്നെ തുച്ഛമായ രീതിയിൽ കിട്ടുന്ന പരിഗണന പോലും പരിശീലിപ്പിക്കുന്ന കായിക അധ്യാപകർക്കോ കോച്ചുമാർക്കോ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാർ, ഈ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായ നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാർ, ഈ വർഷത്തെ പദ്ധതി അടങ്കൽ 7,749.30 കോടി രൂപയാണ്. പക്ഷേ നാളിതുവരെയായി 4,212.38 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഇനി കേവലം 11 പ്രവൃത്തി ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ 46% ചെലവഴിക്കാൻ സാധിക്കുന്നത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് എന്താണ് വ്യക്തമായി സൂചിപ്പിക്കാനുള്ളത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, DPC നമുക്കറിയാം, തനത് വർഷത്തെ പദ്ധതി വിഹിതത്തിന്റെ 10% അധികരിക്കാത്ത തുകയ്ക്ക് പ്രോജക്റ്റ് ഉണ്ടാക്കി DPCക്ക് സമർപ്പിച്ച് അംഗീകാരം വാങ്ങി അത് നടപ്പാക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പലപ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായി പദ്ധതി നിർവഹണത്തിന് വരുമ്പോൾ പദ്ധതി വിഹിതം പാതി വെട്ടിക്കുറച്ച് പോകുന്ന സാഹചര്യത്തിൽ പലപ്പോഴും പദ്ധതികൾ വഴിയിൽ തങ്ങുന്ന രീതിയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. സാർ, പദ്ധതി വിഹിതം കൃത്യമായി ഗവൺമെന്റ് കൊടുക്കാൻ കഴിയുന്നില്ല. പദ്ധതി വിഹിതം ഡിസംബറിന് മുമ്പ് 3 ഗഡുക്കളായി കൊടുക്കുന്നതിന് പകരം പലപ്പോഴും ആ മാർച്ച് മാസത്തിലാണ് പദ്ധതി വിഹിതം കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ടും ആ സമയത്ത് ട്രഷറി ബാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് കൃത്യമായി ആ ചെക്കുകൾ മാറിക്കൊടുക്കാൻ എക്സ്പെൻഡിച്ചറാക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യവും തുടർ വർഷങ്ങളിൽ അത് സ്പിൽ ഓവറായി പരിഗണിക്കുമ്പോൾ ആ വർഷത്തെ പദ്ധതി വിഹിതത്തിന് വെട്ടിക്കുറയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് എന്നുള്ളതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വിഷയങ്ങളിലെല്ലാം ഗവൺമെന്റ് അടിയന്തരമായി ഇടപെട്ട് ഒരു പരിഹാരമുണ്ടാക്കാൻ തയ്യാറായില്ലെങ്കിൽ
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നമ്മൾ എന്ത് അധികാരം കൊടുത്തു എന്ന് പറയുന്നതിലും കാര്യമില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാർ 2014 സെപ്റ്റംബർ മാസം 14 തീയതി ഒരു വാക്കുകൂടി സാർ, PMAY 2ാം ഘട്ട പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് ആരംഭം കുറിച്ചിട്ടുണ്ട്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇതിലൂടെ നമ്മൾക്കറിയാം നഗരസഭകളുടെ PMAY പദ്ധതിയെ സംബന്ധിച്ച് എന്താണ്, എങ്ങനെയാണ് ഗവൺമെന്റ് തുടർന്ന് നടത്താൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാവണം. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി പ്രവർത്തനത്തിൽ പണം മുടക്കാൻ കഴിയാതെ വരുന്ന ആളുകളെ സംബന്ധിച്ച് ഗുരുതരമായ വിഷയം ഉണ്ടാവും എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ഡിമാൻഡിനെ എതിർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.